Good afternoon. Good afternoon, sir. Start നമുക്ക്. So നമ്മൾ APGP additional problems ചെയ്യുന്നു. അതിൽ കുറച്ച് problems കൂടെ solve ചെയ്യണം നമുക്ക്. Next question. Find the four numbers in AP whose sum is 150 and in which greatest number is 4 times the least. Sum of 50 ആണ്. Greatest number is 4 times the least. Greatest number is 4 times the least. So നമ്മൾ APയുടെ 3 ടേംസ് ആയിരുന്നപ്പോൾ ഏതൊക്കെയായിരുന്നു ടേംസ് എടുത്തത്? APയിലെ 3 ടേംസ് ആയിരുന്നപ്പോൾ ഏതൊക്കെ എടുത്തു ടേംസ്? APയിലെ 3 ടേംസ് ആയിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എടുത്തത്? മിഡിൽ ടേം എയും ഫസ്റ്റ് ടേം a minus d, തേർഡ് ടേം a plus d ആയിട്ട് എടുത്തു. പക്ഷെ ഇവിടെ എന്താണ് 50 ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അത് APയിലാണെന്നാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ദാറ്റ് മീൻസ് നമ്മൾ 5 ടേംസ് ആയിരുന്നപ്പോൾ നമുക്ക് അറിയായിരുന്നു മിഡിൽ ടേം എടുക്കുക, ലെഫ്റ്റിലേക്ക് d മൈനസ് ചെയ്തു, റൈറ്റിലേക്ക് d പ്ലസ് ചെയ്തു. പക്ഷെ ഇവിടെ ഈവൻ നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ ഇങ്ങനെ എടുക്കുക, a പ്ലസ് d, then ഇത് a മൈനസ് d, ഇത് a മൈനസ് 3d, ഇത് a പ്ലസ് 3d. അതായത് 2d കോമൺ ഡിഫറൻസ് ആയിട്ട് എടുക്കുക, 2d. സോ തേർഡ് ടേം a പ്ലസ് d ആയിട്ട് എടുക്കുക, മൈനസ് 2d. നമുക്കറിയാം a മൈനസ് 3d പ്ലസ് 2d എടുക്കുമ്പോൾ a മൈനസ് d പ്ലസ് 2d എടുക്കുമ്പോൾ a പ്ലസ് d, ദെൻ പ്ലസ് 2d എടുക്കുമ്പോഴത്തേക്കും a പ്ലസ് 3d. സോ ഈവൻ നമ്പേഴ്സ് 4 നമ്പേഴ്സ് വന്നാൽ ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. So third term, so even a 4 terms ആണ്. So second കഴിഞ്ഞ third term a plus c എടുക്കുക, then 2d common difference ആയിട്ട് ലെഫ്റ്റിലേക്ക് 2d ലെസ് ചെയ്യുക, റൈറ്റിലേക്ക് 2d ആഡ് ചെയ്യുക. ക്ലിയർ അല്ലേ ആ പോയിന്റ്? Yes, sir. Okay. Then സം എടുക്കുമ്പോൾ എന്താണ്? സം എത്രയാണ്? സം is equal to a minus 3d plus a minus d plus a plus d plus a plus 3d equal to 50. So എന്താണ്? എന്തൊക്കെ ക്യാൻസൽ ആവും? മൈനസ് 3d പ്ലസ് 3d ഗെറ്റ് ക്യാൻസൽ, മൈനസ് d പ്ലസ് d ഗെറ്റ് ക്യാൻസൽ. ഏതാണ്? 4a ഈക്വൽ ടു 50. 4a is equal to 50. That implies a is equal to 50 divided by 4. നമുക്ക് എന്ത് പറയാം? 25 divided by 2. 25 divided by 2. Okay. പിന്നെ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ഇൻ വിച്ച് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ, ദാറ്റ് മീൻസ് ഗ്രേറ്റസ്റ്റ് നമ്പർ നമുക്ക് ഏതായിട്ട് എടുക്കാം? a പ്ലസ് 3d എന്ന് എടുക്കാം. a പ്ലസ് 3d is equal to ലീസ്റ്റ് ടേമിന്റെ 4 times the least. Okay. So that means 4 into least. a minus 3d is equal to a plus 3d. 4 into a minus 3d is equal to a plus 3d. Multiply 4a minus 12d is equal to a plus 3d. 3a is equal to 15d. So a is equal to 5d. a is equal to 5d. So a എത്രയെന്നറിയാം നമുക്ക്? 25 divided by 2 ആണെന്ത്? 5d. That therefore d is equal to 25 divided by 5 into 2 വരും 5 by 2. So a എത്ര കിട്ടി? 25 by 2 and d 5 by 2. നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാം ഏതൊക്കെയാണ്. സോ ഇവിടെ നമുക്ക് ചോയ്സ് വെച്ചിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് വരാം. സോ ഇതല്ല എന്നുണ്ടെങ്കിൽ പ്ലസ് സെനാരിയോ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എടുക്കുന്നത് a പ്ലസ് d, a മൈനസ് d, a മൈനസ് 3d ആൻഡ് a പ്ലസ് 3d. സോ a പ്ലസ് d, a മൈനസ് d, a മൈനസ് 3d, a പ്ലസ് 3d. സോ ഇതെടുത്ത് കഴിഞ്ഞാൽ 25 by 2 പ്ലസ് 5 by 2 വരും 15. ഇത് 25 by 2 മൈനസ് 5 by 2. സോ 20 by 2 10. സോ ഇത് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഒബ്വിയസ്ലി ഇത് 20 ആയിരിക്കും. സോ എല്ലാം മൂന്നോട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും 50 വരുന്നുണ്ട്. ഇത് ഇൻറ്റു 4 എടുത്താൽ നമുക്ക് 20 കിട്ടുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് ചോയ്സ് മെത്തേഡിലും ചെയ്യാം. ബട്ട് ഇതൊന്ന് അറിഞ്ഞിരിക്കണം. a plus d അങ്ങനെയല്ല എടുക്കുന്നത്. a plus d, then
ലെഫ്റ്റ് മിഡിൽ ടൈം സെക്കൻഡ് ടൈം കഴിഞ്ഞ് ദാറ്റ് മീൻസ് ഫോർ ടൈം പകുതി കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത ടൈം എ പ്ലസ് ഡി ആയിട്ട് എടുക്കുക. ദെൻ 2d കോമൺ ഡിഫറൻസ് ആയിട്ട് എടുത്ത് അതിന് മുമ്പുള്ള ടേംസ് 2d ലെസ് ചെയ്യുക. ഇതിന്റെ കൂടെ റൈറ്റിലേക്ക് 2d ആഡ് ചെയ്യും. ക്ലിയർ ആണ്? Next one, divide 20 into 4 parts which are in AP such that the product of first and the fourth is to product of second and the third are in the ratio 2:3. So choice വെച്ച് നമുക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാം. ഒരു പർട്ടിക്കുലർ ക്വസ്റ്റൻ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോയ്സ് വെച്ചിട്ട് സോ ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന ടൈംസ് നമുക്കെല്ലാം അറിയാം. അത് AP ആണ്. ഫസ്റ്റ് ടൈം +2 ആണ്, സെക്കൻഡ് ടൈം +2, തേർഡ് ടൈം +2. ഇത് AP അല്ല, ഇത് AP അല്ല. നൺ ഓഫ് ദീസ് നമുക്ക് നോക്കാം. സോ AP തന്നിരിക്കുന്ന ചോയ്സിൽ AP ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ. സോ ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴും 2 + 4 + 6 + 8 എത്ര കിട്ടുന്നുണ്ട്? 20 അല്ലേ? 2 + 4 6 + 6 12 + 8 20. So first condition satisfy ചെയ്യുന്നുണ്ട്. So which are in AP that the such that the product of first and the fourth. Okay. 2 into 4, 2 into 4, 2 into 8 divided by second and third, 4 into 6. So ഇത് എത്ര ഇട്ട് നോക്കാം. 2/3 എന്ന് പറയുന്നത് എന്താണ്? 2:3 ആണ്. Therefore our answer എന്ത് പറയാം? ചോയ്സ് വെച്ചിട്ട് നേരെ ഡയറക്റ്റ് ചോയ്സ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? 2 4 6 8 ആണ് എന്ത്? ദ AP. തന്നിരിക്കുന്ന കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന AP. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒത്തിരി ഇതെടുത്തിട്ട് ചില ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. നോർമലി നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലായിരിക്കും ഏറ്റവും പെട്ടെന്ന് നമുക്ക് എക്സാം കിട്ടുന്നത്. സോ ഈ ഒരു സ്റ്റെപ്പ് അറിയാൻ വേണ്ടിയാണ്. ഈവൻ നമ്പർ ഓഫ് ടേംസ്, ഓഡ് നമ്പർ ഓഫ് ടേംസ്. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മിഡിൽ ടൈം. ഈവൻ നമ്പർ ഓഫ് ടൈം ആണെങ്കിൽ മിഡിൽ ടൈം കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ടൈം A + D. ദെൻ 2d കോമൺ ഡിഫറൻസ് ആയിട്ട് ലെഫ്റ്റിലേക്ക് മൈനസും ചെയ്യുക, റൈറ്റിലേക്ക് ആഡും ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത ആൻസർ പറയാ. The angles of a quadrilateral are in AP whose common difference is 10. Find the angles. So quadrilateral's total angle എത്ര വരണം? ആംഗിളിന്റെ സം എത്ര വരും? 360 വരും. സോ അതിനകത്ത് 4 ആംഗിളും എന്താണ്? AP യിലാണ്. കോമൺ ഡിഫറൻസ് ഈസ് 10. സോ നമുക്ക് നേരെ ചോയ്സിൽ നിന്ന് ആൻസർ കംപ്ലീറ്റ് ചെയ്യും. സോ ഇത് AP ആണ്, D 10 ആയിട്ടുള്ള AP ആണ്. ഇത് AP ആണ്, D 20 ആണ് അല്ലേ? സോ ഇവിടെ അല്ല D, ഇവിടെ 10 വരുന്നത്. ഇത് AP അല്ല, ഇവിടെ 20 വരുന്നുണ്ട്. 10 ഇവിടെ 20 ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് D 20 ആയിട്ടുള്ള AP ആണ്, ഇത് AP ആണ്, D 10 ആണ്. നമുക്ക് നോക്കിയാൽ മതി. ടോട്ടല് 360 വരുന്നത് 65 75 85 95 ആണോ? 75 85 95 and 105 ആണ്. 75 85 95 and 105 ആണ് നമുക്ക് എന്ത് വരുന്നത്? ടോട്ടൽ 360 വരുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതൊരു പ്രോപ്പർട്ടി ആണ്. പ്രോപ്പർട്ടി ആയിട്ട് തന്നെ എഴുതും. എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. Pth term of AP is Q. Pth term of AP is Q and qth term of AP is Q. Qth term is P. Then find mth term. Pth term of AP is Q and qth term of AP is Q. P. So നമുക്ക് ഇത് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? Pth term TP is equal to Q and TQ is equal to P. So pth term TP നമുക്ക് AP യുടെ TN ന്റെ ഫോർമുല എന്തായിരുന്നു? AP യുടെ TN ന്റെ ഫോർമുല A plus N minus 1 അല്ലേ? സോ അതേപോലെ TP എന്തായിരിക്കും? A plus P minus 1 into D is equal to Q.
ഇക്വേഷൻ വേണം നോക്കുക. അതേപോലെ ടി ക്യൂ എ പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു പി. അങ്ങനെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. Then equation 2 minus equation 1. So 2 a plus q minus 1 into d equal to p. Then a plus p minus 1 into d is equal to q. Okay. So 2 minus 1 first equation minus 1 to multiply now minus out. So elimination method a get cancelled. So മിച്ചം വരുന്നുണ്ട് q minus 1 into d നമ്മൾ എടുത്ത് എഴുതുവാണെങ്കിൽ plus q minus 1 into d minus of p minus 1 into d is equal to p minus q. P minus q. Okay. P minus q. Then this can be written as the qd minus d minus pd plus d minus into minus plus d is equal to p minus q. Okay. So ഇവിടെ നമുക്ക് എന്താണ് minus d plus d get cancelled. So remaining നമുക്ക് എന്താണ് വരുന്നത് qd minus pd is equal to p minus q. So ഇവിടെ d common എടുത്താൽ q minus p is equal to d into q minus p is equal to p minus q. Okay. So this can be written as d into q minus p is equal to minus of q minus p. Okay. So രണ്ട് സൈഡിലും q minus p get cancelled. That implies d equal to minus 1 എന്ന് കിട്ടും. d equal to minus 1. d equal to minus 1. Then substituting value of d in equation 1. D യുടെ വാല്യൂ ഇക്വേഷൻ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. സോ ഇക്വേഷൻ 1 എന്താണ് a plus p minus 1 into d ക്ക് വരുന്ന കൊടുക്കാം minus 1 equal to q. That implies a is equal to p on p plus q minus 1. So ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് മൈനസ് p ഇത് പ്ലസ് 1. സോ ഇപ്പുറം വരുമ്പോഴത്തേക്കും പ്ലസ് p ആവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 ഇപ്പുറം വരുമ്പോഴത്തേക്കും ആർച്ചസിലേക്ക് വരുമ്പോഴത്തേക്കും മൈനസ് 1. ഓക്കെ. സോ d എത്ര കിട്ടി d മൈനസ് 1 കിട്ടി. d മൈനസ് 1 എന്ന് കിട്ടി. a എത്ര കിട്ടി p പ്ലസ് q മൈനസ് 1. p പ്ലസ് q മൈനസ് 1. ഓക്കെ. സോ ഇനി നമുക്ക് എന്താണ് mth ടേം tm is equal to എന്താ പറയാം a പ്ലസ് m മൈനസ് 1 ഇൻറ്റു d. സോ എക്ക് പറഞ്ഞ നമുക്ക് എന്ത് കൊടുക്കാം p പ്ലസ് q മൈനസ് 1 plus m minus 1 into d can do minus 1. So that implies p plus q minus 1 minus m plus 1. That implies mth term p plus q minus m. p plus q minus m. p plus q minus m. ഒന്നും ചെയ്തില്ല. നമ്മൾ എപിയുടെ ഫോർമുല യൂസ് ചെയ്തു. ടി പിയും ടി ക്യൂവും കണ്ടുപിടിച്ച് തന്നിരിക്കുന്ന എപിയുടെ ഫോർമുല വെച്ചിട്ട് nth ടൈമിന്റെ ഫോർമുല യൂസ് ചെയ്തു. ദെൻ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം അത് വെച്ചിട്ട് ഡിയും എയും കണ്ടുപിടിച്ചു. ദെൻ mth ടൈം അതിനകത്തേക്ക് എയുടെയും ഡിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ആൻസറിലേക്ക് വന്നു. സോ ഇതിൽ നിന്ന് ക്ലിയർ അല്ലേ ഇത് ചെയ്തത്? സോ ഇതിൽ നിന്ന് അടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളൊരു ഫോർമുല പോലെ തന്നെ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ആൻസർ എഴുതാൻ പറ്റണം. So note here, in an AP, if TP is equal to Q and TQ is equal to P, then TM is equal to P plus Q minus M. So pth term Q, qth term P ആണെന്നുണ്ടെങ്കിൽ mth term എന്ന് പറയുന്നത് എന്താണ്? അത് രണ്ടും ആഡ് ചെയ്യുന്നത് മൈനസ് mth term ആണ്. സോ ദ ബോക്സിൽ ഇടുക. ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഫോർമുല ആയിട്ട് തന്നെ പഠിക്കാതെ. സോ ഇങ്ങനെയൊക്കെ തന്നെങ്കിൽ നമ്മൾ ഇത് ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ടി പി is equal to Q and TQ is equal to P ആണെങ്കിൽ ദെൻ ഏത് ടൈം ആണെങ്കിലും നമുക്ക് എങ്ങനെ പറയാം p plus
Tm is equal to P plus Q minus M. P plus Q minus M. Clear la property? So the answer is Tp T10 is equal to 20 and T20 is equal to 10. Then T35 minus 5. Okay. So T35 is 10 plus 20 minus 35 is equal to minus 5. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നേരെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് സെക്കൻഡ്സിനുള്ളിൽ ആൻസറിലേക്ക് എത്താം. സോ ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് ഇത് പ്രൂഫാണ്, ആക്ച്വലി പ്രൂഫാണ് ചെയ്തിരിക്കുന്നത്. സോ അത് നോട്ട് ചെയ്യുക. ദെൻ ഈ ഒരു ബോക്സിലുള്ളത് മാത്രം ഫോർമുല ആയിട്ട് നമ്മൾ പഠിക്കും. Tp is equal to Q in an AP, pth term Q, qth term P ആണെങ്കിൽ mth term എന്ന് പറയുന്നത് P plus Q minus M ആയിരിക്കും. ക്ലിയർ അല്ലേ? Yes, sir. Then next question. Sum of P terms of AP is Q and sum of Q terms of Q terms is P. Then sum of P plus Q terms is sum of P terms of an AP is Q. Sum of Q terms. So ഇതും നമുക്കൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഫോമിലേക്ക് എത്തും. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു പ്രൂഫ് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. So sum of P terms, okay, SP is equal to Q and SQ is equal to P. നമുക്ക് വേണ്ട എന്താണ്? SP plus Q. So SN നമുക്ക് എങ്ങനെ ഫോർമുല എന്തായിരുന്നു? AP യുടെ ഫസ്റ്റ് ഫോർമുല, രണ്ട് ഫോർമുല ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫോർമുല n by 2 into 2a plus n plus minus n 1 minus into 1 d. into d. So ഇവിടെ എങ്ങനെ വരും? P by 2 into 2a plus P minus 1 into d എന്ന് പറയുന്നത് എന്താണ്? Q ആണ്. നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. Then SQ P by 2 into Q by 2 into 2a plus Q minus 1 into d is equal to P. പിന്നെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. So from 1 that implies P by 2 into 2a plus P minus 1 into d is equal to Q. Can be written as 2a plus P minus 1 into d is equal to 2Q cross multiplying by 2Q divided by P. Equation 3 എന്ന് കൊടുക്കാം. Equation 3. Okay. So ഒന്നും ചെയ്തിട്ടില്ല, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 2Q divided by P വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കാം. Then from 2 Q by 2 into 2a plus Q minus 1 into d is equal to Q. Is equal to P. That implies 2a plus Q minus 1 into d, 2a plus Q minus 1 into d is equal to 2p divided by Q. So in a 4 will come 2p divided by Q. So no box down. 3 4 ഇതെല്ലാം ഇതിന്റെ പ്രൂഫാണ്. സോ നമ്മളൊരു ഇതിനകത്തുള്ള ഒരു ലൈനിലുള്ള ഒരു ആൻസറിലേക്ക് വരും നമ്മള്. സോ എക്സാമിന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നേരെ ആ പ്രൂഫ് ഒന്നും ചെയ്യേണ്ട, ആ തന്നിരിക്കുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോപ്പർട്ടി വെച്ച് ഡയറക്റ്റ് ആൻസറിലേക്ക് വരും. ഓക്കെ, സോ 3 4 കിട്ടിയത് ക്ലിയർ അല്ലേ? രണ്ട് ഇക്വേഷനിലേക്ക് വന്നത്. Then Yes, sir. equation 4 minus 3. 4 minus 3. 4 minus 3. 2a plus
Q minus 1 into D is equal to 2P divided by Q, 2A plus P minus 1 into D is equal to 2Q divided by P. Okay. So minus the minus out. So 2A get cancelled. So Q minus 1 minus P minus 1 minus into minus plus out. So down. Another Q minus P into D is equal to 2P by Q minus 2Q divided by P. Okay. So Q minus P into D is equal to LCM P 2P square minus 2Q square divided by PQ is equal to Q minus P into D is equal to, so this can be written as 2 P square minus Q square divided by PQ. Okay. So this can be written as rewrite Q minus P into D is equal to 2 into P plus Q divided by P minus Q. Right? A square minus B square format. A plus B into A minus B divided by PQ. So that implies D is equal to 2 into P plus Q divided by P minus Q divided by Q minus P. Okay. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഈ ടേമിനെ D is equal to 2 into P plus Q. ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുത്താൽ Q minus P out. Minus 1 multiply that. So is equal to Q. So നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? Q minus P get cancelled. So minus that implies D is equal to minus 2 into P plus Q divided by PQ divided by PQ. So D is equal to minus 2 into P plus Q divided by PQ. D is equal to minus 2 into P plus Q divided by PQ. Yes, sir. ഞാനൊന്ന് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്താണ് S P plus Q is equal to എന്തോരും P plus Q divided by 2 into 2A plus P plus Q minus 1 into D. P plus Q divided by 2 into 2A. So this can be written as 2A plus P minus 1 into D. Rearrange P minus 1 into D into QD. Okay. So ഇവിടെ ഈ ഒരു ടേം നോക്കുക ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തത് 2A plus P minus 1 into D. ഇത് നോക്കി 2A plus P minus 1 into D എന്തൊക്കെയാണ് നമ്മൾ ഇക്വേഷൻ 3 പ്രകാരം 2Q divided by P ആണ്. 2A plus P minus 1 into D. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 2A plus P minus 1 into D എന്ന് പറയുന്നത് എന്താണ് 2Q plus P ആണ്. സോ അതിവിടെ റീറൈറ്റ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് അതാണ്. P plus Q divided by 2 is into 2Q divided by P plus QD. Okay. So D already നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. So D substitute ചെയ്യുക, simplify ചെയ്ത് ആൻസറിലേക്ക് വരും. P plus Q divided by 2 into 2Q divided by P plus Q into D വരെ നമുക്ക് എന്ത് എഴുതാം minus 2 into P plus Q divided by PQ. P plus Q divided by 2 into 2Q divided by P plus QQ get cancelled minus 2P
minus 2q divided by p. P plus q divided by 2 into the so minus 2q minus plus 2q get cancelled, minus 2p divided by p. So minus 2p divided by p. P get cancelled, 2 get cancelled. So 2 get cancelled, pp minus of p plus q no. Okay. So നമുക്ക് ഇതിൽ നിന്ന് അടുത്തൊരു ഫോർമുലയിലോട്ട് നമ്മൾ എത്തി, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിലോട്ട് എത്തി. ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. In an AP, if SP is equal to Q and SQ is equal to P, then SP plus Q is equal to minus of P plus Q. SP is equal to Q and SQ is equal to P, then SP plus Q is equal to minus of P plus Q. The property. So in a question one, SP is equal to Q, sum of P numbers Q, sum of Q numbers P one, sum of P plus Q numbers will be minus of P plus Q. Minus of P plus Q. Yes, sir. Yes, sir. So that note the question one answer adding it another minus of P plus Q. Okay, next question. Sum of P terms of AP is same as sum of Q terms of Q times then sum of P plus Q terms. So now SP is equal to SQ, then SP plus Q another question. So SP P by 2 into 2a plus P minus 1 into D is equal to Q by 2 SQ. 2a plus Q minus 1 into D. So 2 നമുക്ക് cancel ചെയ്യാം. P into 2a plus P minus 1 into D is equal to Q into 2a plus Q minus 1 into D. So 2AP plus P square D minus PD is equal to 2AQ plus Q square D minus QD is equal to that implies 2AP minus 2AQ plus P square D minus Q square D minus PD plus QD equal to 0. Okay. So within the 2A common at now can P minus Q plus D common at P square minus Q square, minus D common at P minus Q. P minus Q. So this can be written as 2A into P minus Q plus D into eta. P plus Q into P minus Q, A square minus B square format. A plus B into A minus B. Okay. Then minus D into P minus Q equal to 0. So that implies so P minus Q common P minus Q common first time 2A plus P plus Q into D minus D equal to 0. So P minus one thing that implies was multiply P minus Q not 0.2A plus P
P plus Q into D minus D equal to 0. So that implies on the rewrite 2A plus P plus Q minus 1 into D. So either PD plus QD minus D. So P plus Q minus 1 into D. So common at D here step on rewrite. So that means here term 0 angle step. So then P plus Q divided by 2 to multiply already 2A plus P plus Q minus 1 into D and 0. So if you multiply that 0 down and P plus Q divided by 2. Then sum of Sn in the formula n by 2 is S P plus Q P by Q. P by Q divided n by 2 P by Q divided by 2 plus 2A plus n P plus Q minus 1 n minus 1 in D equal to 0. So E expression S P plus Q Yes, sir. equal to 0. So another property in an AP sum of P terms is equal to sum of Q terms, then sum of P plus Q terms is equal to 0. So P terms, Q terms in the sum equal sum of P plus Q terms in the sum 0. So that's another property അല്ലെങ്കിൽ equation. The result message aside. Result on the foundation asked. Then next question. Did you answer? A person pays rupees 975 monthly installment. Each installment is less than former by rupees 5. The amount of first installment is 100. In what time will the entire sum be paid? That means in the 975 pay cheyana. Total 975 pay cheynathu. First 100 rupees, then 5 രൂപ കുറച്ചാണ് പേ ചെയ്യുന്നത്. അങ്ങനെ 975 രൂപ പേ ചെയ്യാൻ എത്ര മാസം എടുക്കുന്നതാണ്? ഓരോ മാസവും first month 100, then 95 അങ്ങനെയാണ്. So that means നമുക്ക് എന്ത് പറയാം? Yes, n monthൽ നമ്മൾ പേ ചെയ്യുന്ന എത്രയാണ്? 975 ആണ്. അതിൽ A equal to 100, D equal to എത്രയാണ്? -5. Okay, 5 കുറഞ്ഞാണ് വരുന്നത്. So Sn is equal to n by 2 into 2A plus n minus 1 into D is equal to 975. 975. So n by 2 into 2A, 200 plus n minus 1 into -5 is equal to 975. N into 200 plus n minus 1 into -5 is equal to 1950. So this can be written as 200n minus 5n square plus 5n is equal to 1950. Okay. So in a quadratic equation, so this can be written as 5n square minus 205n plus 1950 equal to 0. So 5 dividing of n square minus 41n plus 390 equal to 0. Two numbers, product 390. So choice of 26 15 കിടക്കുന്നു. So നോക്കുക 26 to 15.
26 കൂടെ ആഡ് ചെയ്യുമ്പോൾ 41 ആണ്. സോ n minus 26 into n minus 15 equal to 0. So that implies n is equal to 26 and n is equal to 15. So ഇതിനകത്ത് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചോയ്സ് ഏതായിരിക്കും? ഇതായിരിക്കും ആൻസർ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും ഇതിനു വേണ്ടി തന്നെയാണ് ഈ ഒരു ചോയ്സ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നോക്കാം, നമുക്ക് ഇപ്പം ഈ 26 എന്താണ് a പ്ലസ് 25 ഇൻറ്റു ടി ആണ്. സോ എത്രയാണ് 100 പ്ലസ് 25 ഇൻറ്റു മൈനസ് 5 എത്ര വരും? 100 മൈനസ് 125 മൈനസ് 25 റുപ്പീസ് പേ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് മീൻസ് എന്താണ്, 15 മാസം ആകുമ്പോൾ തന്നെ നമ്മുടെ എന്ത് കഴിയും? ഈ 975 എന്ന് കഴിയും. സോ പിന്നീടുള്ള കുറച്ച് കൊടുക്കും. പിന്നെ എന്താണ്, മൈനസ് വന്ന് കുറെ 5 വെച്ചിട്ട് 5 വെച്ച് കുറഞ്ഞ് ആഡ് ചെയ്തിട്ട് ദെൻ എന്താണ് നമ്മുടെ പിന്നീടുള്ള മൈനസ് വന്നിട്ടാണ് നമുക്ക് എന്താണ് 26ലും ഇങ്ങനെ സമ്മ് 975 എന്ന് വരും. പക്ഷേ നമ്മുടെ റീപേയ്മെന്റ് എത്രയാണ്? 15 മാസം കൊണ്ട് എത്ര ആയി കഴിയും? 975 ആയി കഴിയും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ബോത്ത് എ ആൻഡ് ബി വരാത്തതിന്റെ. സോ ടെക്നിക്കലി നമുക്ക് ഇത് 15 കഴിയുമ്പോൾ കുറെ മാസം എന്താണ് പ്ലസ് വരും, പിന്നെ കുറെ മാസം മൈനസ് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇൻഫാക്ട് ഈ 975. ബട്ട് നമുക്കുണ്ട്, നമ്മുടെ ക്വസ്റ്റൻ അതല്ല. നമ്മുടെ ക്വസ്റ്റൻ എന്താണ്, ഇത് ഈ 975 റുപ്പീസ് ഫസ്റ്റ് മന്ത് 100 റുപ്പീസ് പേ ചെയ്തു, പിന്നെ 5 രൂപ വെച്ച് കുറച്ച് പേ ചെയ്താൽ എത്ര മാസം കൊണ്ട് 975 ആകും? നമുക്ക് എത്രയാണ്? 15 മന്ത് കൊണ്ട് 975 പേയ്മെന്റ് നടക്കും. സോ ആൻസർ 15 months. ക്ലിയർ അല്ലേ? അതിനകത്ത് 26ഉം രണ്ടും സ്യൂട്ട് ആവും. പക്ഷെ ആൻസർ എന്താണ്, പേയ്മെന്റ് കറക്റ്റ് വരുന്നത് 15 monthsൽ നമ്മുടെ 975 ആകും. പിന്നീടുള്ള മന്തിൽ 5 രൂപ വെച്ച് കുറച്ച് പേ ചെയ്ത് പിന്നെ ടെക്നിക്കലി 5 രൂപ വെച്ച് കുറഞ്ഞ് വരുന്നിട്ട് എന്താണ് മൈനസ് ക്വാണ്ടിറ്റി വന്നിട്ടാണ് 26 മാസം ആകുമ്പോൾ വീണ്ടും എത്ര വരുന്നത്? 975 വരുന്നത്. സോ ഒരു മൈനസ് പേയ്മെന്റ് ടെക്നിക്കലി പോസിബിൾ അല്ല. സോ ആക്യുറേറ്റ് ആൻസർ ഈസ് 15 months. ക്ലിയർ അല്ലേ? Yes, sir. Okay. Then next one. Next one. In a GP, P plus qth term is M and P minus qth term is N. T P plus Q is equal to M. T P minus Q is equal to N. So P plus qth term can be written as GP. A into R raised to P plus Q minus 1 into R raised to N minus 1. N in P plus Q is equal to M. അതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അതേപോലെ A into R raised to P minus Q minus 1 is equal to N. അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. Then equation 1 divided by equation 2. Equation 1 divided by equation 2. A into R raised to P plus Q minus 1 divided by A into R raised to P minus Q minus 1 is equal to M by N. Okay. A get cancelled. This can be written as, so R raised to P plus Q minus 1. So indices in the property applying the more like minus P plus Q plus 1 is equal to M by N. So simplify now. Plus P minus P get cancelled, plus minus 1 plus 1 get cancelled. R raised to 2Q. R raised to 2Q is equal to M by N. That implies R is equal to M by N the whole raised to 1 by 2Q. So indices in the property ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. Indices in the property. So R is equal to M by N the whole raised to 1 by 2Q. Okay. Then substituting the value of R in equation 1. Equation 1 R in the value substitute ചെയ്യുമ്പോഴത്തേക്കും A into M by N the whole raised to 1 by 2Q is equal to
m. So that implies a into m by n the whole raised to 1 by 2q is equal to m. R ഇതാണ്. Sorry, ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്യാം. R raised to p plus q minus 1. So substituting the value of r in equation 1, a into r m by n the whole raised to 1 by 2q then r the whole raised to p plus q minus 1 equal to m. P plus q minus 1 is equal. That means a into m by n the whole raised to p plus q minus 1 divided by 2q is equal to m. Okay. So that implies a is equal to m divided by m by n. So p plus q minus 1 divided by 2q. Okay. So r kitti, r inde value kitti, a ide value kitti. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Pth term tp ആണ് കണ്ടുപിടിക്കേണ്ടത്. So tp is equal to a into r raised to p minus 1. So a is equal to m by n the whole raised to p plus q minus 1 divided by 2q into r m by n the whole raised to 1 by 2q. The whole raised to p minus 1. Okay. So this can be written as rearrange m divided by m by n another p minus 1 divided by 2q into m by n the whole raised to q divided by 2q into m by n numerator p minus 1 divided by 2q. So നമ്മൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയത് ഇതിനു വേണ്ടിയാണ്. ഒന്ന് ശ്രദ്ധിക്കുന്നു. ഒന്ന് m divided by m by n p minus 1 divided by 2q into denominator m by n q by 2q then into numerator m by n into p raised to p minus 1 divided by 2q. So here and term get cancelled. Then you would have q term get cancelled. So dp is equal to m divided by m by n the whole raised to 1 by 2. Okay. So m divided by m raised to 1 by 2 divided by n raised to 1 by 2. Okay. M divided by m raised to 1 by 2 and m raised to 1 by 2. The numerator like form of n raised to 1 by 2. This can be written as mn the whole raised to 1 by 2 or a root of mn. A root of mn. So that important step is p plus q minus 1 divided by 2q p minus 1 over term m by n q divided by 2q in the format express that important step. Clear on a question? Yes, sir. Yes, sir. So root of mn. Then last question. Okay, ABC are in AP and XYZ are in GP. Then find the value of x raised to b minus c. So in the kind of another
A, B, C are in AP. X, Y, Z are in GP. Okay. So കണ്ടുപിടിക്കേണ്ടത് x raised to b minus c into y raised to c minus a into z raised to a minus b. Z raised to a minus b. Then നോക്കാം. So ABC are in AP. First term A യും common difference D ആയിട്ട് എടുക്കാം. Okay. So A first term ആണെങ്കിൽ B എന്തായിരിക്കും? A plus D ആയിരിക്കും. C എന്തായിരിക്കും? A plus 2D ആയിരിക്കും. Then ഇവിടെ XYZ are in GP. So X first term of GP ആയിട്ട് എടുക്കാം. Then Y എന്തായിരിക്കും? X raised X into R raised to 1. Then Z എന്തായിരിക്കും? X R square. Okay. So then ഈ values നേരെ ഇതിനകത്ത് substitute ചെയ്യാം. എന്താണ്? X raised to B minus C into Y raised to C minus A into Z raised to A minus B. So X ന് പകരം എന്താണ്? X തന്നെ. B ക്ക് പകരം എന്ത് കൊടുക്കാം? A plus B minus C minus of A plus 2B into Y ക്ക് പകരം എന്ത് കൊടുക്കാം? X raised to R. C എന്ന് പറയുന്നത് A plus 2D minus A into Z എന്ന് പറയുന്നത് X R square. A minus of A minus B. A minus of A plus B. Simplify ചെയ്താൽ ആൻസർ ആയി. So X raised to A plus D minus A minus 2B into X R raised to 2D into X R square raised to minus D. So then X raised to minus D into X R the whole raised to 2D into X R square raised to minus D. So this can be written as X raised to minus D into X raised to 2D into X raised to minus D. X terms are going to then R raised to 2D into R raised to minus 2D equal to ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും X raised to 0 into R raised to 0 is equal to 1. ബേസിക് വെച്ചിട്ടാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. ഡെഫിനിഷൻ വെച്ചിട്ട് എയും ബിയും സിയും എ പിയും ജി പി ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ടും then obviously B will be A plus D, common difference D ആയിട്ട് എടുത്തു. അതേപോലെ ജി പിയുടെ ഫസ്റ്റ് ടൈം എക്സും കോമൺ റേഷ്യോ ആറും ആയിട്ട് എടുത്തു. ദെൻ ആ ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻഡിസസിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. എല്ലാം എന്ത് വരും? എക്സ് റേഷ്യോ 0 ഇൻറ്റു ആർ റേഷ്യോ 0 എന്ന് വരും, ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? സോ ഇത്രയാണ് നമ്മുടെ എ പി ജി പി സീക്വൻസ് ആൻഡ് സീരീസ്. ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് നോക്കണം. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്ത സമയം കളയരുത്. സോ എസ് പി ഈക്വൽ ടു എസ് ക്യൂ ആണെങ്കിൽ എസ് പി പ്ലസ് ക്യൂ ഈക്വൽ ടു 0. Then SP equal to Q and SQ is equal to P ആണെങ്കിൽ SP plus Q is to minus of P plus Q. Then പിന്നെ ഒരു ഫോർമുല നമ്മൾ ഡിസ്കസ് ചെയ്ത് AP ലെ TQ is equal to TP is equal to Q and TQ is equal to P. Then mth term is equal to P plus Q minus M. Okay. Then 4 terms എടുക്കുകയാണെങ്കിൽ AP ൽ എടുക്കേണ്ടത് A plus D, A minus D, A minus 3D. That means 2D common difference ആയിട്ട് 2D എടുക്കുക. മിഡിൽ ടൈം കഴിഞ്ഞുള്ള ടൈമിന് A plus D ആയിട്ട് എടുക്കാം. Okay. സൂത്രമാണ് നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസ് എ പി ജി പി എച്ച് പി ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്തു. ക്ലിയർ അല്ലേ എല്ലാ ക്വസ്റ്റ്യൻസും? നമുക്ക് നെക്സ്റ്റ് ഡേ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.